വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2025 ജനുവരി 2 മുതൽ ഫെബ്രുവരി 28 വരെ സംഘടിപ്പിക്കും. ഭാഗികമായോ പൂർണ്ണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം. ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക. മാർച്ച് 10 ആഘോഷിക്കുന്ന മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ വേലമഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വർണ്ണപ്രഭയിൽ അലങ്കാര പന്തലിന്റെ ഉദ്ഘാടനവും അതിഗംഭീരമായി. മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രം ട്രസ്റ്റിന്റെ വേല മഹോത്സവം മാർച്ച് 10 തിങ്കളാഴ്ച അതിഗംഭീരമായി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ട് തിരുവാണിക്കാവ് നേതൃക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അലങ്കാര പന്തലിന്റെ ഉദ്ഘാടനവും നടന്നു. 11 ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് പൂരങ്ങൾ കാവിലെത്തുക. ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 5 ആനയും, വടക്കുമുറി വിഭാഗത്തിന്റെ 3 ആനയും, വാഴക്കോട് വളവ് വിഭാഗത്തിന്റെ 3 ആന, കൊല്ലമാക്ക് വിഭാഗത്തിന്റെ 3 ആനയും, ആറ്റൂർ വളവിന്റെ നേതൃത്വത്തിൽ 1 ആനയും അടങ്ങുന്ന 15 ഗജവീരന്മാരാണ് മഹോത്സവത്തിൽ അണിനിരക്കുന്നത്. വാദ്യവിസ്മയം തീർക്കാനായി അതിഗംഭീരമായ പഞ്ചവാദ്യവും അരങ്ങേറും. കൂടാതെ പൂതൻ, തിറ, ആണ്ടി, നായടി, കാള, മറ്റു വിഭാഗങ്ങളുടെ പൂരങ്ങളും ക്ഷേത്രത്തിലെത്തും. വിവിധ ക്ലബ്ബുകളുടെ വേലകളും കാളവേലയും മറ്റ് വിവിധ വാദ്യോപകരണങ്ങളോടുകൂടിയ വേലകളും തിരുവാണിക്കാവ് വേല മഹോത്സവത്തിന് മാറ്റുകൂട്ടും. ആചാരാനുഷ്ഠാനത്തോടെ വേല മഹോത്സവം ആഘോഷിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PS രവീന്ദ്രൻ, മറ്റ് ഭാരവാഹികളും അറിയിച്ചു. CCV ന്യൂസ്, ചേലക്കര.